50 കോടി എന്ന് പറയുന്ന റെക്കോർഡ് ഒരു സിനിമയെ കൊണ്ട് അടിക്കാൻ പറ്റുമെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മലയാളം ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ച് പാടാന്നുള്ള കാര്യം പറയാണ്ട് പറ്റില്ല അല്ലേ? കാരണം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മാത്രമാണ് 50 കോടി എന്ന് പറയുന്ന റെക്കോർഡ് നമുക്ക് നേടാൻ പറ്റാറുള്ളൂ. വലിയ സൂപ്പർ സ്റ്റാർസിൻ്റെ പടം വരുന്ന സമയത്തും അതല്ലാന്നുണ്ടെങ്കിൽ അത്രയും മാത്രം ഹിറ്റായിട്ടുള്ള പടങ്ങൾക്ക് മാത്രമാണ് ഈ പറയുന്ന റെക്കോർഡ് കൈവരിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. 2022, 2023, 2024 കൂടി ഈ മനുഷ്യൻ 73-ാം വയസ്സിൽ റെക്കോർഡ് തൂത്തുവാരിയേക്കാന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ ഈ വീഡിയോ തുടങ്ങാണ്. എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഡൊണാൾഡ് എന്നാണ്. സോ വെൽക്കം ബാക്ക് ടു ടുഡേസ് വീഡിയോ. ഇന്ന് എൻ്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസമാണ്. ഇന്ന് വീഡിയോ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങൾ ഉറപ്പുണ്ടായിരുന്നില്ല. കാരണം ഇന്ന് എൻ്റെ ലൈഫിൽ എൻ്റെ ബർത്ത്ഡേ ആണ്. February 25 എന്ന് പറയുന്ന ഇന്നത്തെ ദിവസമാണ് എൻ്റെ ബർത്ത്ഡേ. എല്ലാവരുടെ ലൈഫിലും ഉറപ്പായിട്ടും ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസം ഏതാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇവൻറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു സ്പെസിഫിക് ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബർത്ത്ഡേയാണല്ലേ. ആ തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് എൻ്റെ സ്പെഷ്യൽ ഡേ ആണ്. ഒരുപാടധികം മെസ്സേജുകൾ പല ആൾക്കാരുടെ ഭാഗത്തുനിന്ന് വന്നായിരുന്നു. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഭാഗത്തുനിന്നും ഇൻസ്റ്റാഗ്രാം ത്രൂ ഒക്കെ ഒരുപാട് മെസ്സേജസുകളും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. ഭയങ്കര സന്തോഷമായി. ബ്രഹ്മയുഗം എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ പടം വെറും 10 ദിവസം കൊണ്ട് 50 കോടി എന്ന് പറയുന്ന റെക്കോർഡ് കൈവരിച്ചേക്കാണ്. മലയാള സിനിമയുടെ ഒരു ഇൻഡസ്ട്രിയുടെ ഒരു അവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ പടം വരുന്ന സമയത്ത് പോലും 50 കോടി എന്ന് പറയുന്നത് വലിയൊരു പാടായിട്ടുള്ളൊരു എമൗണ്ട് തന്നെയാണ്. കാരണം നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയുടെ റീച്ച് വെച്ച് നോക്കുന്ന സമയത്ത് 50 crores എന്ന് പറയുന്നത് അത്ര എളുപ്പമാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര എളുപ്പമായിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷേ ഈ മാസം തന്നെ മലയാളം ഇൻഡസ്ട്രിയിൽ 50 കോടി എന്ന് പറയുന്ന റെക്കോർഡാണ് ഇതുവരെ കൈവരിച്ചേക്കുന്നത്. നമുക്കറിയാം ഓൾറെഡി പ്രേമലു എന്ന് പറയുന്ന സിനിമ ഒരു യൂത്ത് പിള്ളേരുടെ ഒരു ടീമിൻ്റെ ഒരു സംഭവം വന്നു. നല്ല ഫൺ പടമായിരുന്നു. ഫൺ ആൻഡ് എൻ്റർടൈനർ ആയിട്ടുള്ള റോംകോം പടമായതുകൊണ്ട് തന്നെ റൊമാൻറ്റിക് കോമഡി പടമായതുകൊണ്ട് തന്നെ ആ സിനിമ വെറും 14 ദിവസം കൊണ്ടായിരുന്നു ആ സിനിമ 50 കോടി എന്ന് പറയുന്ന റെക്കോർഡ് കൈവരിച്ചിരുന്നത്. നസ്ലിൻ്റെ ആദ്യത്തെ 50 കോടി, ഏറ്റവും പ്രായം കുറഞ്ഞൊരു സ്റ്റാറിൻ്റെ 50 കോടി എന്ന് പറയുന്ന പുതിയൊരു റെക്കോർഡായിരുന്നു നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ പ്രേമലു എന്ന് പറയുന്ന സിനിമ കൈവരിച്ചിരുന്നത്. എന്നാൽ ആ റെക്കോർഡിനെ പിന്തള്ളിക്കൊണ്ടാണ് വെറും 10 ദിവസം കൊണ്ട് മമ്മൂട്ടി എന്ന് പറയുന്ന മെഗാ സ്റ്റാർ ആയിട്ട് പറയുന്നത് 50 കോടി എന്ന് പറയുന്ന റെക്കോർഡ് അടിച്ചു എന്ന് പറയുന്ന സമയത്ത് ബ്രഹ്മയുഗം എന്ന് പറയുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയായിട്ട് വന്നേക്കുന്ന ആർക്ക് ചിലപ്പോൾ കാണാൻ പോലും പറ്റില്ല എന്ന് പറയുന്ന തരത്തിൽ അത്രയും മാത്രം പ്രഡിക്ഷൻസ് ഉണ്ടായിരുന്ന ഒരു സിനിമയ്ക്ക് 50 കോടി എന്ന് പറയുന്ന റെക്കോർഡ് കൈവരിച്ചേക്കാണ്. അത് വെറും 10 ദിവസം കൊണ്ട്. മലയാളം ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, ഒരു പാൻ ഇന്ത്യ ലെവലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ റെക്കോർഡ് എന്ന് പറയുന്നത് അത്ര ചില്ലറ റെക്കോർഡല്ല. കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് വന്നേക്കുന്ന സിനിമ ഈ അടുത്ത കാലത്തൊന്നും 50 കോടി എന്ന് പറയുന്ന റെക്കോർഡ് ഇന്ത്യയിൽ കൈവരിച്ചതായിട്ട് എൻ്റെ അറിവിലില്ല. അത്രയും വലിയ റെക്കോർഡാണ് മലയാളം ഇൻഡസ്ട്രിയിൽ മമ്മൂട്ടി എന്ന് പറയുന്ന ബ്രഹ്മാണ്ഡ ആക്ടർ കൈവരിച്ചേക്കുന്നത്. ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് നമ്മൾ അന്ന് തന്നെ റിവ്യൂ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്. ഈ മനുഷ്യൻ്റെ പോക്ക് കണ്ടിട്ട് വല്ലാത്തൊരു പോക്കാണ്. കാരണം 2022, 2023, 2024 നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 വർഷം തുടർച്ചയായിട്ട് 50 കോടി എന്ന് പറയുന്ന റെക്കോർഡ് കൈവരിക്കാൻ സാധിച്ചേക്കുന്ന, ഹാട്രിക് അടിക്കാൻ സാധിച്ചേക്കുന്ന ഒരു ആക്ടർ തന്നെയാണ് സാക്ഷാൽ മമ്മൂട്ടി എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഒരു റെക്കോർഡ് ഹിസ്റ്ററി നമ്മൾ നോക്കുകയാണെങ്കിൽ 2022 ഭീഷ്മ പ്രഭ അടിച്ചായിരുന്നു. 2023 നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ണൂർ സ്കോഡ് എന്ന് പറയുന്ന സിനിമ 50 കോടി അടിച്ചായിരുന്നു. ഇപ്പോൾ 2024 ബ്ലാക്ക് ആൻഡ് വൈറ്റ് വന്നേക്കുന്ന ഒരു എക്സ്പെരിമെൻ്റൽ സിനിമ മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്ന അദ്ദേഹത്തിൻ്റെ അഭിനയത്തിന് ക്രിട്ടിക്കലി ഭയങ്കരമായിട്ട് അക്ലമേഷൻ കിട്ടിയിരിക്കുന്ന ഒരു സിനിമയ്ക്ക് അങ്ങനെ 50 കോടി എന്ന് പറയുന്ന റെക്കോർഡ് കൈവരിക്കാനായിട്ട് സാധിച്ചേക്കാണ്. അങ്ങനെ മലയാള സിനിമയിലെ പ്രേമലു എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ഈ വർഷത്തെ രണ്ടാമത്തെ 50 കോടിയായിട്ട് ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമ മാറിയേക്കാണ്. അത് വളരെ സന്തോഷമുള്ള നിമിഷം തന്നെയാണ്. കാരണം മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ സിനിമ ആയതുകൊണ്ട് മാത്രമല്ല, നമ്മുടെ മലയാളം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് മറ്റ് ഇൻഡസ്ട്രികൾക്ക് മാതൃകയാക്കാൻ പറ്റുന്ന തരത്തിലാണ് 2024 ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മാസം മഞ്ഞുമൽ ബോയ്സ് പറയുന്ന സിനിമ വന്നിട്ടുണ്ട്. അത് വേറെ ട്രാക്കിൽ വരുന്ന സിനിമയാണ്. മൂന്ന് ട്രാക്കുകളിൽ വരുന്ന സിനിമയായിട്ട് പോലും ഓരോ സിനിമയ്ക്കും വ്യക്തമായിട്ടുള്ള ഓഡിയൻസ് ഉണ്ട് എന്നുള്ളതാണ് സത്യം. എല്ലാവരും പറയും ഓഡിയൻസ് മാറിയെന്ന്. പക്ഷേ നല്ല സിനിമകൾ എത്താണെന്നുണ്ടെങ്കിൽ ഓഡിയൻസ് ഇന്ന് മരിച്ചു കാരണം എന്നുള്ള എൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മഞ്ഞുമൽ ബോയ്സ് ആണെന്നുണ്ടെങ്കിലും ബ്രഹ്മയുഗം ആണെങ്കിലും പ്രേമലു ആണെങ്കിലും. ഗംഭീരമായിട്ടുള്ള റെക്കോർഡാണ് ഈ സിനിമ തൂത്തുവാരിക്കൊണ്ടിരിക്കുന്നത്. ഇനി 100 കോടി അടിക്കോ ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് കണ്ടാനറിയാം. ഇപ്പോൾ നമ്മുടെ മലയാള സിനിമയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പെരിമെൻ്റൽ സിനിമ വന്നു, റോംകോം സിനിമകൾ വന്നു, അതുപോലെ തന്നെ ഒരു ഡിഫറൻറ്റ് ജോണറിൽ വരുന്ന ഒരു സർവൈവൽ ത്രില്ലർ വന്നു കഴിഞ്ഞു. ശരിക്കും പറയുകയാണെങ്കിൽ തമിഴ് സിനിമയിൽ പോലും ഈ വർഷം ഇത്രയധികം ഡീവിയേഷൻസ് ഉള്ള സിനിമകൾ വന്നിട്ടില്ല. അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ വർഷം ഞാൻ ഏറ്റവും കൂടുതൽ ലാക്ക് ചെയ്യുന്നത്, ഇനി വരാനായിട്ട് ഞാൻ കാത്തിരിക്കുന്ന സിനിമ ഏതാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ക മാസ് ആക്ഷൻ പടമാണ്. ഈ വർഷം അങ്ങനെ ഒരു സിനിമ വന്നായിട്ട് എൻ്റെ അറിവിലില്ല. മലയക്കോട്ട വാലിബൽ ഒരു പക്ക മാസ് ആക്ഷൻ പടമല്ല എന്നുള്ള കാര്യം അവർ തന്നെ പറയുന്നുണ്ട്. സോ ആ ഒരു പടം നമുക്ക് അതിനകത്ത് കൂട്ടാൻ പറ്റില്ല. എനിവേസ് ഒരു പക്ക മാസ് ആക്ഷൻ പടം എന്ന് പറയുന്ന സമയത്ത് ഇനി ഞാൻ കാത്തിരിക്കുന്ന സിനിമ ഏതാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മമ്മൂട്ടിയുടെ തന്നെ ടെർബോ എന്ന് പറയുന്ന സിനിമയാണ്. ടെർബോ ജോസേട്ടൻ്റെ വരവിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത്. എനിവേസ് ആരൊക്കെയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. കാരണം മമ്മൂട്ടിയുടെ ഓരോ എക്സ്പെരിമെൻസും, അതായത് ഓരോ തരം ക്യാരക്ടേഴ്സിനെ നമ്മൾ നോക്കുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തത നമ്മൾ ഒരുപാട് ഞെട്ടിക്കുന്നുണ്ട്. ഇപ്പോൾ സിമിലറായിട്ട് വന്നേക്കുന്ന ലേറ്റസ്റ്റ് ടെർബോൻ്റെ പോസ്റ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർ പറഞ്ഞത് തലവെട്ടി വെച്ചേക്കുന്ന പോലെയൊക്കെയാണെന്ന് പറയുന്നുണ്ടെങ്കിലും ബേസിക്കലി തൊമ്മനും മക്കളും വൈബി വരുന്ന ഒരു ഫൺ ആൻഡ് എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു പക്ക മാസ് ആക്ഷൻ പടമായിരിക്കും ടെർബോ എന്നുള്ള കാര്യം തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ സിനിമയെ കുറിച്ച് മമ്മൂട്ടിനെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 76 പരിക്കുകളോളം ഇദ്ദേഹത്തിന് സംഭവിച്ചിരുന്നുള്ളൊരു കാര്യമാണ്. ഈ സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ ഇടയ്ക്ക് ഒരുപാടധികം പരിക്കുകൾ ഇദ്ദേഹത്തിന് സംഭവിച്ചായിരുന്നു. അങ്ങനെ ഒരുപാട് പരിക്കുകൾ അതിജീവിച്ചിട്ട് തന്നെയാണ് ഈ ഒരു സിനിമ, വളരെ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഈ ഒരു പ്രായത്തിൽ ഈ പുള്ളിക്കാരൻ ഈ സിനിമ ചെയ്തേക്കുന്നത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഒരു കാര്യം ഉറപ്പിക്കാൻ പറ്റും, 73-ാം വയസ്സിലുള്ള ഈ പുള്ളിക്കാരൻ്റെ ഒരു പക്ക
ഒരു പക്കാ മാസ് ആക്ഷൻ പടം തന്നെയായിരിക്കും ഒരു സിനിമ എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാനായിട്ട് വരുന്നുണ്ട്. ആൻഡ് ഒരു ഗംഭീര മാസ് ആക്ഷൻ പടം എന്നുള്ള കാര്യം നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ ആരൊക്കെയാണ് ടർബോ ജോസിനായിട്ട് കാത്തിരിക്കുന്നത്? ബ്രഹ്മയുഗ ഫാൻസ് കമോൺ, മമ്മൂട്ടി ഫാൻസ് കമോൺ. ഈ വർഷം നിങ്ങൾ കാത്തിരിക്കുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്? ആൻഡ് ഇതുവരെ കണ്ടിരിക്കുന്ന പ്രേമലു, ബ്രഹ്മയുഗം ആൻഡ് മഞ്ഞുമൽ ബോയ്സ് പറയുന്ന സിനിമയിൽ നിന്ന് ഒരു സിനിമ പിക്ക് ചെയ്യാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് സിനിമ എന്നുള്ള കാര്യം നിങ്ങൾ താഴെ നിന്ന് കമന്റ് ചെയ്യുക. ആൻഡ് എല്ലാ പ്രേക്ഷകർക്കും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. എല്ലാവരും വിശ്വസിനും മറ്റൊക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാം ത്രൂ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ത്രൂ ഒരുപാട് മെസ്സേജസും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു. എൻ്റെ ലൈഫിൽ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ കാര്യങ്ങൾ സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം വലിയ വലിയ സംഭവങ്ങളൊന്നും എനിക്ക് വേണ്ട, ഞാൻ റിപ്പീറ്റ് ചെയ്യണം. സോ ഓരോ വിഷുകൾ എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും ഞാൻ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. അതെനിക്ക് ഭയങ്കര സന്തോഷമാണ്. എല്ലാവരും ഒരുപാട് വിഷുകൾക്ക് വളരെയധികം നന്ദി. സോ വീഡിയോ ഇഷ്ടപ്പെടുന്ന വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ മാക്സിമം പേരിലൂടെ ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിച്ചേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോയുടെ അപ്ഡേറ്റുകളെല്ലാം കൂടെ ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് ബിറ്റ്വീൻ ആൾസ് ബാസ്റ്റ് സൈനിങ് ഔട്ട്.